ഹായ്. അപ്പോൾ വീണ്ടും വാചകടിക്കാൻ ഞാൻ വന്നിട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ആരെങ്കിലും എന്നെ ചീത്ത പറയോ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കേട്ടോ. അപ്പം 2-3 വീഡിയോ ഞാൻ ഇട്ടപ്പം അത്യാവശ്യം ഒരു 100-300 പേര് കേട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സന്തോഷമായത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ പോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മളൊരു ചുറ്റുപാടുകൾ പറ്റൂല. കാരണം പറയുന്ന ആൾക്കാർ ഒറ്റപ്പെടുന്നൊരു കാലമാണിന്ന്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ കുറച്ച് ഹെൽപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദിവസമല്ല 2-3 എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മളിപ്പം മീഡിയ, നിങ്ങൾ ശരിക്കും ഞാൻ എപ്പോഴും മീഡിയനെ പറയുന്നത്, മീഡിയയാണ് നമ്മളെ ചുറ്റും ഇപ്പം നിറഞ്ഞു നിൽക്കണേ. അപ്പം അതിൽ ചില ആൾക്കാരങ്ങനെ വളരെ വ്യക്തിപരമായിട്ടിങ്ങനെ തേജോവധം ചെയ്യുന്നുണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമം വന്ന്. എല്ലാവരും പല സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ, വിലയിരുത്താൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. ഇതിൽ ചെയ്യുന്ന ഓരോ ആൾക്കാരും എന്താ പറയുക, കാശിന് വേണ്ടിയിട്ട് 99% ആൾക്കാരും ഇതിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ആർക്കും നമ്മൾക്ക് ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരാൾക്ക് സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, മനസ്സിലായോ? കുറച്ച് കഴിയുമ്പം അവർക്കും മടുക്കും. അപ്പം നമുക്ക് എന്താ പറയുക, അവരെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ജീവിച്ചോട്ടെ. ചിലപ്പോൾ അവർ ഹസ്ബൻഡ് മരിച്ചിട്ട് മക്കളെ നോക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു വീട് അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളായിട്ടായിരിക്കും ചെയ്യാം. അപ്പം അവരിപ്പം അവരെ ഇഷ്ടത്തിന് അവരുടെ വീഡിയോ അവരിടുന്നത്. ചില ആൾക്കാർ പറയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കേണ്ടി വരുന്നു. പക്ഷെ നമ്മൾ എന്തിനാണ് അവരെ പറയുന്നത്? അവർ നമ്മളെ ഫാമിലിയോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒന്നുമല്ല. സ്നേഹം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപദേശങ്ങൾ കൊടുക്കാം. പക്ഷേ വ്യക്തിപരമായിട്ട് അവൻ ഇവൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. കാരണം അവർ വീട്ടിൽ അവരെ ഫാമിലിക്ക് ഇല്ലാത്ത പ്രശ്നം എന്താ നമുക്ക്? നമ്മളവരെ ആരുമല്ല, അവരെ വീട്ടുകാർക്കില്ല പ്രശ്നം, കാണുന്ന നമുക്കാണ്. പിന്നെ ഈ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് അവർ കല്യാണം കഴിക്കുക, അത് അവരിഷ്ടമാണ്. അവരിഷ്ടം എന്നല്ല ഞാൻ പറയാം. ഈ ആൾക്കാർ തന്നെയാണ് അവർ ഉപദേശിക്കുക, നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ. എന്നിട്ട് എന്തെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുറ്റമില്ല. മക്കളെ വളർത്താൻ വേണ്ടി എന്തിലെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്കില്ലാത്ത കുറ്റമില്ല. അപ്പം എന്തോ ഒരു കാലഘട്ടം എന്നല്ല ഞാൻ പറയുക, എന്തൊക്കെയോ ഒരു മനസ്ഥിതി, ചിന്താഗതി കേട്ടോ എല്ലാവർക്കും. എന്താ പറയുക, അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം വല്ലാതെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ?